അനിഴം നക്ഷത്രക്കാർക്ക് 2025 നവംബർ മാസം സമ്മിശ്ര ഫലങ്ങൾ നൽകുന്ന ഒന്നായിരിക്കും. ഈ മാസം നിങ്ങളുടെ ജീവിതത്തിൽ ചില അനുകൂലമായ സാഹചര്യങ്ങൾക്കൊപ്പം ചില വെല്ലുവിളികളും കടന്നുവരാൻ സാധ്യതയുണ്ട്. ക്ഷമയും വിവേകവും മുൻകരുതലുകളും ഈ കാലയളവിൽ നിർണായകമാകും. ഗ്രഹങ്ങളുടെ സ്വാധീനം നിങ്ങളുടെ തീരുമാനങ്ങളെയും സാഹചര്യങ്ങളെയും വ്യത്യസ്ത രീതികളിൽ ബാധിച്ചേക്കാം. അതിനാൽ ഓരോ നീക്കത്തിലും ജാഗ്രത പുലർത്തേണ്ടത് അത്യാവശ്യമാണ്. നവംബർ മാസം അനിഴം നക്ഷത്രക്കാർക്ക് ആത്മപരിശോധനയുടെയും പൊരുത്തപ്പെടലിന്റെയും സമയമായിരിക്കും. അമിതമായ ആത്മവിശ്വാസം ഒഴിവാക്കുകയും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ മാനിക്കുകയും ചെയ്യുക. ആശയവിനിമയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്, കാരണം തെറ്റിദ്ധാരണകൾക്ക് സാധ്യതയുണ്ട്. വൈകാരികമായ തീരുമാനങ്ങൾ ഒഴിവാക്കി യുക്തിപരമായ സമീപനം സ്വീകരിക്കാൻ ശ്രമിക്കുക. ഈ മാസം ജോലി സ്ഥലത്ത് ചില വെല്ലുവിളികൾ നേരിടേണ്ടി വരാം. അധിക ജോലിഭാരമോ സഹപ്രവർത്തകരുമായുള്ള ചെറിയ തർക്കങ്ങളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ കഴിവിനെ പരീക്ഷിക്കുന്ന പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നേക്കാം. ഇവ പൂർത്തിയാക്കാൻ കൂടുതൽ പ്രയത്നം ആവശ്യമായി വരും. പ്രൊമോഷനോ അംഗീകാരത്തിനോ സാധ്യതയുണ്ടെങ്കിലും അത് പ്രതീക്ഷിച്ചതിലും താമസിച്ചേക്കാം. ബിസിനസ് ചെയ്യുന്നവർ പുതിയ നിക്ഷേപങ്ങളിൽ ജാഗ്രത പാലിക്കണം. വലിയ ലാഭം പ്രതീക്ഷിക്കാതെ ശ്രദ്ധയോടെ മുന്നോട്ട് പോകുക. അപ്രതീക്ഷിത ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ആരോഗ്യപരമായ ആവശ്യങ്ങൾക്കോ കുടുംബപരമായ കാര്യങ്ങൾക്കോ പണം ചെലവഴിക്കേണ്ടി വരാം. വരുമാനത്തിൽ വലിയ വർധനവ് ഈ മാസം പ്രതീക്ഷിക്കാൻ കഴിയില്ല. നിക്ഷേപങ്ങളിൽ അതീവ ജാഗ്രത പാലിക്കുക. ഊഹക്കച്ചവടങ്ങൾ ഒഴിവാക്കണം. കടം വാങ്ങുന്നതും നൽകുന്നതും ശ്രദ്ധയോടെ വേണം. പങ്കാളിയുമായി ചെറിയ പിണക്കങ്ങളോ തെറ്റിദ്ധാരണകളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആശയവിനിമയത്തിലെ പിഴവുകൾ ഇത് കൂടുതൽ വഷളാക്കാം. അതിനാൽ തുറന്നു സംസാരിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുക. ഈ മാസം ദാമ്പത്യത്തിൽ കൂടുതൽ ക്ഷമയും വിട്ടുവീഴ്ചയും ആവശ്യമാണ്. അവിവാഹിതരായവർക്ക് വിവാഹാലോചനകൾക്ക് സാധ്യതയുണ്ടെങ്കിലും തീരുമാനമെടുക്കുന്നതിന് മുൻപ് നന്നായി ആലോചിക്കുന്നത് നല്ലതാണ്. കുടുംബാംഗങ്ങളുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് മാതാപിതാക്കളുമായോ സഹോദരങ്ങളുമായോ ഉള്ള ബന്ധങ്ങളിൽ ശ്രദ്ധ പുലർത്തുക. കുടുംബത്തിലെ മുതിർന്നവരുടെ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടി വരും. സ്വത്ത് സംബന്ധമായ തർക്കങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ ശ്രമിക്കുക. ഈ മാസം ജീവിതത്തിൽ ഉണ്ടാകുന്ന സമ്മർദ്ദങ്ങളെ അതിജീവിക്കാൻ ആത്മീയത നിങ്ങൾക്ക് വലിയ ആശ്വാസം നൽകും. ധ്യാനം, പ്രാർത്ഥന, യോഗ എന്നിവയിൽ കൂടുതൽ താല്പര്യം തോന്നും. ഇത് മാനസിക സമാധാനവും ഉൾക്കാഴ്ചയും നൽകും. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനും മതപരമായ ചടങ്ങുകളിൽ പങ്കെടുക്കാനും അവസരം ലഭിക്കാം. ആത്മീയ പുസ്തകങ്ങൾ വായിക്കുന്നത് നിങ്ങളുടെ അറിവ് വർദ്ധിപ്പിക്കാനും ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ മെച്ചപ്പെടുത്താനും സഹായിക്കും. സാമൂഹിക സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് ആത്മീയമായ സംതൃപ്തി നൽകും. അനിഴം നക്ഷത്രത്തിന്റെ അധിപൻ ശനിയും ദേവത മിത്രനുമാണ്. ഈ സമ്മിശ്ര ഫലങ്ങൾക്കിടയിൽ ആശ്വാസം കണ്ടെത്താനും പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കാനും ചില പ്രതിവിധികൾ ചെയ്യുന്നത് നല്ലതാണ്. ശനിയാഴ്ചകളിൽ ശനി ഭഗവാനെ ആരാധിക്കുന്നത് നല്ലതാണ്. ശനി മന്ത്രങ്ങൾ ജപിക്കുകയോ ശനിക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയോ ചെയ്യുക. വിഷ്ണു ഭഗവാനെ ആരാധിക്കുന്നത് ഉത്തമം. വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് ഗുണകരമാണ്. കറുത്ത വസ്ത്രങ്ങൾ, എള്ള്, എണ്ണ എന്നിവ ദാനം ചെയ്യുന്നത് ശനിദോഷങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. ജ്യോതിഷിയുടെ നിർദ്ദേശപ്രകാരം നീലക്കല്ല് ധരിക്കുന്നത് ശനിയുടെ അനുകൂല ഫലങ്ങൾ വർദ്ധിപ്പിക്കാൻ സഹായിക്കും. അനിഴം നക്ഷത്രക്കാർക്ക് 2025 നവംബർ മാസം ശ്രദ്ധയോടെയും ജാഗ്രതയോടെയും മുന്നോട്ട് പോകേണ്ട ഒരു കാലഘട്ടമാണ്. വെല്ലുവിളികൾ ഉണ്ടാകുമെങ്കിലും അവയെ ക്ഷമയോടെയും വിവേകത്തോടെയും നേരിടാൻ നിങ്ങൾക്ക് സാധിക്കും. ആത്മീയത ഈ മാസം നിങ്ങൾക്ക് വലിയൊരു താങ്ങായി മാറും. പ്രതിവിധികൾ സ്വീകരിച്ച് ഗ്രഹദോഷങ്ങളെ ലഘൂകരിക്കുകയും നല്ല ചിന്തകളോടെ മുന്നോട്ട് പോവുകയും ചെയ്യുക. ഈ മാസം നിങ്ങൾക്ക് സമാധാനവും സുരക്ഷിതത്വവും നൽകട്ടെ എന്ന് ആശംസിക്കുന്നു.